ഏതാളപ്പാ ഈ വെട്ടിളി സംഘം? എന്റെ കർത്താവേ, ഇത് പെണ്ണേതാണ് ആണേതാണെന്ന് മനസ്സിലാകണില്ലല്ലോ. നിങ്ങളൊക്കെ ആരാണ്? ഉത്തരം പറഞ്ഞിട്ട് പോവില്ലേ? ഞങ്ങളൊക്കെ മാഷിന്റെ ഫ്രണ്ട്സാണ്. പോരെ അമ്മച്ചി ഒന്ന് മാറി, ഞങ്ങക്ക് പോണം. നിന്റെ വീട് എവിടെയാണ്? പള്ളൂർത്തിയില്. കൊച്ചിക്കാരത്തിയാണാ? പള്ളൂർത്തിന് ആരുടെ വാളാണ്? അവിടെയുള്ളവരൊക്കെ അറിയോ? അറിയുവാന്നാ? പണ്ട് താണ്ടമ്മ മീനി വിറ്റ് കിടന്ന സ്ഥലമാണ് വെച്ച്. നീ അപ്പന്റെ പേര് പറ. മാത്തച്ഛൻ. പള്ളൂർത്തിക്കാരൻ മാത്തച്ഛന്റെ മകളാണ് അടിയിരി. എന്നിട്ടടി മതാവപ്പെട്ടുകളെ വയറും തോടെയും കാണിച്ച് നീ വേഷം കിട്ടി കിടക്കണത്. നിനക്ക് ഈ വേഷം മരിച്ചത് തന്തരാദ്യം തല്ലണം. നീ എന്ത് കാഴ്ചയാണ് വായും പൊളിച്ചു നോക്കിക്കണത്? ഈ ആര് കാഴ്ച കാണാന്നല്ലേ നിന്റെ കുഞ്ഞിക്കുമ്പ് പാടിപ്പോ കേൾപ്പടാകത്ത്. എന്താ കാണാൻ വേണ്ടേ ഫാഷൻ ചാനലിൽ പെണ്ണുങ്ങ വന്നേക്ക്. താണ്ടമ്മ പോണില്ലേ? ഓ പോടേ, ചെല്ലി ചെല്ലി ചെല്ലി. ഹായ് ബഡി. ഹായ് ഹായ്. ഓ വരൂ വരൂ വരൂ. ഇന്ന് അൻവറിന്റെ വകയാ ചെലവൊക്കെ. ഇവനെ ഗൂഗിൾ കുത്തി. അടുത്ത മാസം സ്റ്റേജിൽ പോവാ. വർഷം 75 ലക്ഷം രൂപ സാലറി. ഇന്നത്തെ പ്രധാന അതിഥികൾ ഞങ്ങളാട്ടോ. എല്ലാവർക്കും മുറിയൊക്കെ റെഡിയാണ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരു മിനിറ്റ് വാ. മാഷെ എക്സ്പേർട്ട് ആയിട്ടോ. ഒറ്റ തവണ പറഞ്ഞു തന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? ഈ പെമ്പിളാരെ അറിയാതെ അവരെ നോക്കുന്ന ഏർപ്പാട് 2 സെക്കൻഡ് കൊണ്ട് ജൂലിന്റെ ഫുൾ ബോഡി സ്കാൻ ചെയ്ത് ഞാൻ കണ്ടു. പക്ഷേ അയ്യോ നമിച്ചു. നന്നായി. അതെ, ആ ജൂലിയൻ ആളെങ്ങനെയാ? അല്ല, മൊത്തത്തിലൊന്ന് കാണുമ്പോ എന്റെ മാഷെ അവരുടെ സ്വഭാവത്തിലെ ഓപ്പൺനെസ് ഉണ്ട്. വെളച്ചിലെടുക്കാൻ ചെന്നുണ്ടല്ലോ പല്ലടിച്ച് താഴിടും. പറഞ്ഞില്ലാന്ന് വേണ്ട. അപ്പൊ പിന്നെ ഈ നിക്കറിട്ടോണ്ട് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കണം. തമാശക്ക് ചിലത് പറയുന്നല്ലാതെ ഞങ്ങൾ ആരും നെഗറ്റീവായിട്ട് പെരുമാറിയിട്ടില്ല. സത്യം. ആ ഒരു ഉറപ്പിലാ അവരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മാഷായിട്ട് നാണം കെടുത്തരുത്. അപ്പൊ നീയൊന്നും ന്യൂ ജനറേഷൻ അല്ലേ? ന്യൂ ജനറേഷൻ അല്ല ഈ പരിപാടി കേൾക്കണം. എന്റെ മാഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സകല പീഡന കേസിന് പുറകിൽ ഞങ്ങൾ ന്യൂ ജനറേഷനാ? അല്ലല്ലോ, മാഷിന്റെ പ്രായത്തിലുള്ള 40 വയസ്സിന് മുകളിലുള്ളവരാ അല്ലേ? സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. ശരിയാണ്. അന്നല്ല എന്താണ് അവിടെ? അവൻ കൂത്ത് കാണാൻ പോയച്ചേ. അവിടെ മാഷും പെണ്ണുങ്ങളും കൂടെ ഡാൻസ് കളിച്ച് രസിക്കുകയാണ്. അതൊന്നും കണ്ട് രസിക്കാൻ നീ അങ്ങോട്ട് കയറി പോകണ്ട. അവര് മേലോട്ട് കയറി പോലെടാന്ന്. അച്ഛനിപ്പോ ഫുൾ ടൈം ഫേസ്ബുക്കിലാ. അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? മാത്സ് ഹോംവർക്കിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കയറിയാ മതി എന്നാ ടീച്ചർ പറഞ്ഞേ. അങ്ങനെ കണ്ടതാ. ശരി ശരി, നടക്ക്. എന്താ പക്ഷേ അല്ല ഒന്നുമില്ല. ഹലോ മാഷേ. നീനിപ്പോ എവിടെയുണ്ട്? ഞാൻ വീട്ടിലാ മാഷേ. അല്ല പെട്ടെന്ന് ഞാനിവിടെ കണ്ട പോലെ തോന്നി, അതുകൊണ്ടാ. സത്യം പറഞ്ഞാ ഞാനിപ്പോ മാഷെ സ്വപ്നം കണ്ടേയുള്ളൂ.
മാഷിന്റെ ഫോൺ വന്നപ്പോഴാണ് ഞാൻ ഉണർന്നത്. അയ്യോ ഉറങ്ങായിരുന്നോ? സോറി ഐ എം സോ സോറി. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ മാഷേ? അല്ല, എന്റെ ഒരു റിലേറ്റീവിനെ പെട്ടെന്ന് ഇവിടെ കണ്ട പോലെ തോന്നി, അതുകൊണ്ട് വിളിച്ചു വെച്ചതാ. ഓക്കേ, കം ഓൺ, ലെറ്റ് us എൻജോയ്. ഓ, ഇങ്ങനെയാണോ കുത്തണ്ടേ? അതെ, നിങ്ങൾ ഈ ന്യൂക്കാര് ഫോട്ടോ എടുക്കാൻ നേരത്തെ വിരൽ ഇങ്ങനെ 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 പിടിക്കില്ല, എങ്ങനെയാ? ആ, നിങ്ങളിത് എവിടെയായിരുന്നു? വന്നിട്ട് 2 ദിവസമായിട്ടും ചേച്ചിയോടൊന്നും സംസാരിച്ചില്ല. നാളെ ഞങ്ങൾ പോണതുകൊണ്ട് ചേച്ചി ഒന്ന് പരിചയപ്പെടാന്ന് കരുതി. ഓ, അത് വേണ്ടായിരുന്നു. മാഷെ, ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയിൽ മാത്രമുള്ള ഒരു രഹസ്യ ഇന്നത്തെയും കൂടി കഴിഞ്ഞ് പറയാന്ന് കരുതിയിരിക്കുകയായിരുന്നു. എൻ്റെ കൂടെ ജൂലിയൻ വീട്ടുകാരറിയാതെ ഒളിച്ചു പോകുന്നതാണ്. നാളെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാനിരിക്കുക. 1 മാസം നോട്ടീസിന്റെ കാലാവധി ഇന്നലെ കഴിഞ്ഞു. ഇവിടെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. മാഷ് ഞങ്ങളോടൊപ്പം നാളെ രജിസ്റ്റർ ഓഫീസ് വരെ ഒന്ന് വരണം. നന്നായി. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ചേച്ചി ഞങ്ങളോട് ചോദിക്കുകയായിരുന്നു, കുറെ നാൾ കഴിയുമ്പോ മാഷിനെ പോലെ ഞങ്ങളും പിരിഞ്ഞു താമസിക്കുമെന്ന്. എന്നിട്ട് എന്തു പറഞ്ഞു? ഇല്ല മാഷെ, അത് സംഭവിക്കില്ല. അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പാണോ? ആ മാഷെ, ഞങ്ങൾക്ക് ഉറപ്പാ. എനിക്ക് അവളോട് സെക്സ് മാത്രമല്ല തോന്നുന്നു മാഷെ. ഐ ലവ് ഹെർ, മോറോവർ ഐ റെസ്പെക്ട് ഹെർ. മാഷിൻ്റെ അത്ര അറിവ് എക്സ്പീരിയൻസ് ഒന്നും ഞങ്ങൾക്കില്ല. മാത്രമല്ല ഞങ്ങളുടെയൊക്കെ ഒരു ആഷ്പുഷ് ലൈഫുമാണ്. ഐ എം നോട്ട് അഡ്വൈസ്. പക്ഷേ കുടുംബവും കുട്ടിയൊക്കെ ഉണ്ടായിട്ടും മറ്റ് സ്ത്രീകളോടൊരു അടുപ്പം തോന്നുന്നുണ്ടെങ്കിൽ അത് ഫാമിലിയോടുള്ള റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടാവില്ലേ മാഷെ? മേ ബി ദാറ്റ് വാസ് യുവർ ഫോൾട്ട്. ആലുവയിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അനാശാസ്യം നടത്തിയതിന് 4 യുവതികളും 7 പുരുഷന്മാരും ഉൾപ്പെടെ 11 പേർ പിടിയിലായി. തൃശൂർ സ്വദേശിനിയായ നീന കുരുവിളയുടെ പേരിൽ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിലാണ് മാസങ്ങളായി അനാശാസ്യം നടന്നിരുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് ബന്ധങ്ങളിലൂടെയാണ് ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത്. സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ള ആളുകളുമായി ബന്ധം പുലർത്തിയിരുന്നു നീന കുരുവിള എന്നും പോലീസ് പറഞ്ഞു. ഇവരുടെ യഥാർത്ഥ പേര് ഇതുതന്നെയാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ അറസ്റ്റിലായേക്കുമെന്നും സൂചനയുണ്ട്.